വെൽക്കം ടു ലാൻഡ് ഓഫ് ലിറ്ററേച്ചർ. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജെഫ്രി ചോസറുടെ കാൻറ്റർബറി ടെയിൽസിലെ വൈഫ് ഓഫ് ബാത്തൈൽ എന്ന പോർഷനാണ്. വൈഫ് ഓഫ് ബാത്തിൻ്റെ റിയൽ നെയിം ആലിസൺ എന്നാണ്. അവർ നല്ല ബോൾഡ് ആൻഡ് എക്സ്പീരിയൻസ് ആയിട്ടുള്ളൊരു വുമണാണ്. ഓപ്പൺലി മാരേജിനെ കുറിച്ചൊക്കെ ഓപ്പൺലി സംസാരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. അവർ 5 പ്രാവശ്യം വിവാഹം കഴിച്ചിട്ടുണ്ട്. വൈഫ് ഓഫ് ബാത്തിനെ ഏർലി വോയിസ് ഓഫ് ഫെമിനിസം ഇൻ ലിറ്ററേച്ചർ ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അവരുടെ ഡ്രസ്സിങ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഗൗണാണ് ധരിച്ചിട്ടുള്ളത്. ലാർജ് ഹാറ്റും സോഫ്റ്റ് ന്യൂ ഷൂസും റൈറ്റ് സ്റ്റോക്കിങ്സും അതിൻ്റെ കൂടെ വെയർ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ കഥയുടെ സമ്മറി എന്താണെന്ന് നോക്കാം. ഗ്രേറ്റ് കിങ് ആയിട്ടുള്ള കിങ് ഓതേഴ്സിൻ്റെ രാജ്യസഭയിലെ ഒരു നൈറ്റ് ഒരു യങ് വുമനെ അബ്യൂസ് ചെയ്തു. ഇതിനെ തുടർന്ന് കിങ് അദ്ദേഹത്തിന് വധശിക്ഷ വിധിക്കുകയും ചെയ്തു. അപ്പോൾ ക്യൂൻ ഒരു സജഷൻ വെച്ചു, അദ്ദേഹത്തിന് ഒരു ചാൻസ് കൊടുത്തു നോക്കാമെന്ന്. 1 വർഷത്തിനുള്ളിൽ വുമൻ്റെ മോസ്റ്റ് ഡിസയർ എന്താണെന്നുള്ള ചോദ്യത്തിന് ആൻസർ കണ്ടെത്തുകയാണെന്നുണ്ടെങ്കിൽ വധശിക്ഷയിൽ നിന്ന് മോചനം നൽകാമെന്ന് ക്വീൻ പറഞ്ഞു. അതിനെ തുടർന്ന് നൈറ്റ് പലയിടങ്ങളിലായിട്ട് പലരോടായിട്ട് ഈ ചോദ്യത്തിനുള്ള ആൻസർ അന്വേഷിച്ച് നടന്നു. പക്ഷേ അദ്ദേഹത്തിനൊരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു ആൻസർ കിട്ടിയില്ല. അദ്ദേഹത്തിൻ്റെ മരണം ഏകദേശം ഉറപ്പായി. തന്ന ഡേറ്റ് ഏകദേശം തീരുന്ന ആ ദിവസം ഫോറസ്റ്റിലൂടെ നടന്നു പോകുമ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് യങ് വുമൻസ് ഡാൻസ് കളിക്കുന്നത് അദ്ദേഹം കണ്ടു. അപ്പോൾ അവരോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ ആൻസർ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ അദ്ദേഹം അവരുടെ അടുത്തേക്ക് ചെന്നു. അപ്പോൾ അവരുടെ അടുത്തേക്ക് എത്താറായപ്പോഴത്തേക്കും അവരെല്ലാവരും അപ്രതീക്ഷിതമായി. അവിടെ ഒരു ഓൾഡ് വുമണെ മാത്രമാണ് അദ്ദേഹത്തിന് കാണാൻ സാധിച്ചത്. ഓൾഡ് വുമൺ ചോദിച്ചു, നിങ്ങൾ എന്താണ് അന്വേഷിക്കുന്നതെന്ന്. അപ്പം നൈറ്റ് എല്ലാ കാര്യങ്ങളും ആ ഓൾഡ് വുമണോട് പറഞ്ഞു. അപ്പോൾ ഓൾഡ് വുമൺ പറഞ്ഞു, എനിക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിഞ്ഞേക്കാം, ഞാൻ പറയുന്ന ഒരു കാര്യം നിങ്ങൾ എനിക്ക് സാധിച്ചു തരുമെന്ന് വാക്ക് തരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിനുള്ള ഉത്തരം പറഞ്ഞു തരാമെന്ന് ആ ഓൾഡ് വുമൺ പറയും. നൈറ്റ് അപ്പോൾ വാക്ക് കൊടുക്കും, എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും സാധിച്ചു തരാമെന്ന് പ്രോമിസ് കൊടുക്കും. അതിനെ തുടർന്ന് ഓൾഡ് വുമൺ ആൻസർ പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. ആൻസർ കേട്ട് നൈറ്റിനത് സാറ്റിസ്ഫൈ ആയി തോന്നുകയും അദ്ദേഹം വേഗം കൊട്ടാരത്തിലേക്ക് ചെന്നിട്ട് കിങ്ങിൻ്റെയും ക്യൂവിൻ്റെയും മുന്നിൽ വെച്ചിട്ട് അതിനുള്ള ഉത്തരം പറയുകയും ചെയ്തു. സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അവരുടെ ഭർത്താക്കന്മാർക്ക് മേലുള്ള അധികാരമാണ് എന്നായിരുന്നു ആ ആൻസർ. ഒരു വിവാഹത്തിൽ പുരുഷന്മാർ സന്തോഷവാന്മാരായിരിക്കണമെന്ന് ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്ത്രീകൾക്ക് പുരുഷന്മാർ മുൻതൂക്കം നൽകണം എന്നുള്ളതായിരുന്നു പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞിട്ടുള്ള ആൻസർ ശരിയായിരുന്നു. ഏതൊരു സ്ത്രീയും ആഗ്രഹിക്കുന്നത് തങ്ങളുടെ പുരുഷന്മാർക്ക് മേലുള്ള ആധിപത്യമാണ്. എന്ത് കാര്യങ്ങളും തീരുമാനിക്കാനുള്ള അവകാശം സ്ത്രീകൾക്ക് ലഭിക്കണം എന്നുള്ളതാണ്. അദ്ദേഹം പറഞ്ഞ ആൻസർ ശരിയായതുകൊണ്ട് തന്നെ ഓൾഡ് വുമൺ തൻ്റെ ഡിമാൻഡ് എന്താണെന്നുള്ളതിനെക്കുറിച്ച് നൈറ്റിനോട് പറയും. ഓൾഡ് വുമൺ പറയും തന്നെ വിവാഹം കഴിക്കണം എന്നാണ് തൻ്റെ ആഗ്രഹം എന്നുള്ളത് പറയും. നൈറ്റ് അതിനെ പൂർണ്ണമായി എതിർക്കും. കാരണം ഒരു അഗ്ലി ഓൾഡ് വുമണാണ് നൈറ്റ് ഒരു യങ് ആയിട്ടുള്ള മാനാണ്, അതുകൊണ്ട് തന്നെ തനിക്ക് താല്പര്യമില്ല എന്നുള്ള രീതിയിൽ തന്നെ നൈറ്റ് പറയും. വാക്ക് കൊടുത്തതുകൊണ്ട് തന്നെ അത് പാലിക്കുന്നതിന് വേണ്ടിയിട്ട് നൈറ്റ് വിവാഹം ചെയ്തു. വിവാഹത്തിന് രാത്രി രണ്ടുപേരും റൂമിൽ ഉണ്ടാവുന്ന സമയത്ത് നൈറ്റ് ഓൾഡ് വുമനെ വല്ലാതെ അവോയ്ഡ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഓൾഡ് വുമൻ ചോദിച്ചു, നീ എന്തിനാണ് എന്നോട് ഇങ്ങനെ വെറുപ്പ് കാണിക്കുന്നത്, എന്നെ എന്തിനാണ് പുച്ഛിക്കണത് എന്നുള്ളത് ചോദിച്ചു. അപ്പം നൈറ്റ് പറഞ്ഞു, നീ അഗ്ലിയാണ്, നീ വളരെ ഓൾഡാണ്, എനിക്കിഷ്ടപ്പെട്ടില്ല എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു. അപ്പോൾ ഓൾഡ് വുമൺ പറഞ്ഞു, ഞാൻ നിൻ്റെ ഭാര്യയല്ലേ, ഞാൻ ഒരിക്കലും നിനക്ക് ദോഷം വരുന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നും ചെയ്യില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. അതിനുശേഷം ഓൾഡ് വുമൺ നൈറ്റിനോട് ചോദിച്ചു, ഞാൻ നിനക്ക് 2 ചോയ്സ് തരാം, ഇതിലേതാണ് വേണ്ടതെന്ന് നീ തിരഞ്ഞെടുക്കണം. ഞാൻ ഓൾഡ് വുമണായിട്ട് തന്നെ തുടരും, പക്ഷേ ഓൾഡ് വുമണായിട്ട് ഭയങ്കര ലോയലായിട്ട് നിനക്കൊരിക്കലും ഒരു ദോഷം വരാത്ത രീതിയിലുള്ള ഒരു വുമണായിട്ട് മാറണോ, അതോ ബ്യൂട്ടിഫുൾ ആൻഡ് യങ് ആയിട്ട് പക്ഷെ നിന്നെ എപ്പോഴും ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന നിന്നോട് അൺഫെയ്റ്റ്ഫുൾ ആയിട്ടുള്ള ഒരു വുമണായിട്ട് മാറണോ എന്നുള്ളതിനെക്കുറിച്ച് പറയാം. ഇതിലേതാണ് വേണ്ടതെന്ന് ഡിസൈഡ് ചെയ്യാൻ പറയും. അപ്പം നൈറ്റ് അപ്പോൾ ഓൾഡ് വുമണോട് പറയും, എങ്ങനെയായാലും നീ എൻ്റെ ഭാര്യയല്ലേ, കുഴപ്പമില്ല, പ്രശ്നമല്ല, എന്തായാലും കുഴപ്പമില്ല, നീ തന്നെ ഡിസൈഡ് ചെയ്തോ എന്ന് പറയും. ഇതാണ് ഡിസൈഡ് ചെയ്യേണ്ടത് എന്നുള്ള അവകാശം അവർക്ക് കൊടുത്തതുകൊണ്ട് തന്നെ ഓൾഡ് വുമൺ ബ്യൂട്ടിഫുൾ ആൻഡ് ഫെയ്ത്ത്ഫുൾ ആയിട്ടുള്ള ഒരു വുമണായി മാറുകയാണ് ചെയ്തത്. ഇത്രയാണ് ഈ സ്റ്റോറിൻ്റെ സമ്മറി എന്ന് പറയുന്നത്. ഈ സ്റ്റോറിൻ്റെ മെയിൻ തീമായിട്ട് വരുന്നത് പവർ ആൻഡ് കൺട്രോൾ ഇൻ റിലേഷൻഷിപ്പ്, ഐഡിയ ഓഫ് ട്രൂ ബ്യൂട്ടി, ഫീമെയിൽ ഓട്ടോണമി ആൻഡ് ഇക്വാളിറ്റി, ഇതൊക്കെയാണ് ഇതിൻ്റെ തീമായിട്ട് വരുന്നത്. പിന്നെ ഈ കഥയിലൂടെ ജെഫ്രി ചോസർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സ്ത്രീകൾക്ക് തങ്ങളുടെ ജീവിതം തീരുമാനിക്കാനുള്ള അവകാശം വേണമെന്നതിനെക്കുറിച്ചാണ്. ഇത്രയാണ് നമ്മളുടെ സ്റ്റോറി. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്